അറബിക്കടലിൽ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക കമാൻഡോ വിഭാഗം മോചിപ്പിച്ചു. 15 ഇന്ത്യക്കാരടക്കം 21 ജീവനക്കാരുള്ള ലൈബീരിയൻ ചരക്ക് കപ്പലായ MV ലൈല നോർഫോക്കാണ് കടൽ കൊള്ളക്കാർ വ്യാഴാഴ്ച വൈകുന്നേരം റാഞ്ചിയത്. ബ്രസീലിലെ ദു ആഗോ തുറമുഖത്ത് നിന്ന് ബഹ്റൈനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തേക്ക് പോവുകയായിരുന്നു കപ്പൽ. സൊമാലിയൻ തീരത്ത് നിന്ന് 300 നോട്ടിക്കൽ മൈൽ കിഴക്ക് ഭാഗത്തു നിന്നാണ് കപ്പൽ റാഞ്ചിയത്. ഇതോടെ കപ്പലിൽ നിന്നും തന്ത്രപ്രധാന സമുദ്രപാതകളിലെ കപ്പലുകളുടെ നീക്കം നിരീക്ഷിക്കുന്ന UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന് അപായ സന്ദേശം ലഭിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം 5ഓടെ ആയുധധാരികൾ കപ്പലിൽ കയറിയെന്നായിരുന്നു സന്ദേശം. ഇതോടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് വിവരം കൈമാറി. ഉടൻ തന്നെ ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലായ INS ചെന്നൈയെ വഴിതിരിച്ചുവിടുകയും സമുദ്ര നിരീക്ഷണ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും വിന്യസിക്കുകയും ചെയ്തു. തട്ടിയെടുത്ത കപ്പലിനെ മറികടന്ന് ഇന്നലെ രാവിലെയോടെ പറന്ന വിമാനം ജീവനക്കാർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തി. തുടർന്ന് കപ്പൽ ഉപേക്ഷിച്ചു പോകാൻ റാഞ്ചികൾക്ക് മുന്നറിയിപ്പ് നൽകി. ഇന്നലെ വൈകുന്നേരം നാവികസേനയുടെ പ്രത്യേക മറൈൻ കമാൻഡോകൾ കപ്പലിൽ എത്തി. നാവികസേനയുടെ സാന്നിധ്യമറിഞ്ഞ റാഞ്ചികൾ ബോട്ടിൽ രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് അനുമാനം. കപ്പലിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് നാവികസേന അറിയിച്ചു. കപ്പൽ ജീവനക്കാർ നാവികസേനയ്ക്ക് നന്ദി അറിയിക്കുന്ന ദൃശ്യങ്ങളും സേന പുറത്തുവിട്ടിട്ടുണ്ട്. കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിച്ച ചരക്ക് കപ്പൽ യാത്രാസജ്ജമാക്കാൻ ശ്രമിക്കുമെന്ന് നാവികസേന അറിയിച്ചു. ചരക്ക് കപ്പലിന്റെ തീരത്തേക്കുള്ള യാത്രയിൽ കപ്പലിനെ നാവികസേന അനുഗമിക്കുമെന്നും സേനാവൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. 24 घंटे से बंद है। इंडियन नेवी आके हम लोग को थोड़ा राहत मिला है और इंडियन नेवी आई एम प्राउड ऑफ इंडियन नेवी। भारत माता की जय! भारत माता की जय!